ഒരു 10-14 ദിവസം മുമ്പ്, പണ്ട് എന്ന് പറഞ്ഞാൽ 10-14 ദിവസം മുമ്പേ കൊച്ചിയിൽ നിന്ന് ഒരു ഡ്രഗ് ടെസ്റ്റ് ഇതേപോലെ എടുക്കാൻ പോയി മൂത്രം കൊടുത്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓനത് 10-13 ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യുന്നില്ല. ആ ഡ്രഗ് ടെസ്റ്റ് ഇല്ല കേട്ടോ, അത് കാണാമല്ലോ മൂത്രത്തിന്, അതൊക്കെ നമുക്ക് വെക്കാം. പക്ഷേ ഇപ്പം ഈ റീസെന്റ് ഇവൻ അപ്ലോഡ് ചെയ്ത ഇവൻ തിരുത്തി എന്ന് പറയുന്ന റിപ്പോർട്ട് തിരുത്തി എന്ന് പറയുന്ന ഡ്രഗ് ടെസ്റ്റ്, ആ ടെസ്റ്റിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഇവൻ 4 ദിവസം 5 ദിവസമൊക്കെ ആവും ടെസ്റ്റിന് കൊടുത്താൽ ഈ റിസൾട്ട് കിട്ടാന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ ആശാൻ ഇന്ന് കയറിപ്പോയ അതേ ലിയോ ലാബ് 2 മണിക്കൂർ കൊണ്ട് അവന് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കൊടുത്തു. വയസ്സ് എന്താലേ, ഞാൻ ഞെട്ടിപ്പോയി. അതിന് ലൈവിൽ ഞാനും വെയിറ്റ് ചെയ്തു. അവസാനം അവൻ്റെ ലൈവിൻ്റെ ലാസ്റ്റ് അവൻ റിസൾട്ട് കാണിച്ചു. എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാവും, ഞാൻ ഞെട്ടിയില്ല. കാരണം എന്താ അറിയോ, ഓൻ കാണിച്ച അതിബുദ്ധി. ഈ ഗ്യാങ് ഉണ്ടല്ലോ, ഷമീർ അടക്കമുള്ള അവന്മാരെ, തൊപ്പിയടക്കം, ജീത്തു ജോസഫിൻ്റെ അടുത്ത ദൃശ്യം 4 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇല്ലെങ്കിൽ ഓരോപ്പം പറഞ്ഞിട്ടുണ്ട്. അത്രയും ക്രിമിനൽസാണ്, A ക്ലാസ് ക്രിമിനൽസ്. ഓക്കെ, ഇനി ഇവർ കാണിച്ച ഉടായ്പ എന്താണെന്ന് ഞാൻ പറഞ്ഞത്. അതിന് മുന്നേ ഞാൻ ആ റിസൾട്ട് നിങ്ങളെല്ലാവരും കണ്ടില്ലേ, എൻ്റെ റിസൾട്ട് ഒരു ലിങ്കായിട്ട് അവൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സുക്ര എന്ന് പറഞ്ഞിട്ടുള്ള സുക്ര, ഓക്കെ, നോട്ട് ദ പോയിന്റ്, സുക്ര. ലിയോ ലാബ് യൂസ് ചെയ്യുന്നത് സുക്ര എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഈ സുക്ര എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, ഈ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കലി ബിൽഡ് ഫോർ ഓട്ടോമേഷൻ ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സോഫ്റ്റ്വെയർ ആണ് ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജർ സിസ്റ്റം. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ ഇത് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് ഈ സുക്ര എന്ന് പറഞ്ഞ വെബ്സൈറ്റിനെ കുറിച്ച് പറയാൻ കാരണം ഈ ലാബുകാർ യൂസ് ചെയ്യുന്ന സുക്രയാണ്. അത് അത്രയും ക്രെഡിബിൾ ആണ്. അതിലൊന്നും ആർക്കും കയറി തിരുത്താൻ പറ്റില്ല. ഒരു ഹാക്കർക്കും സുക്രയെ കയറിയിട്ട് ഒരു റിപ്പോർട്ട് തിരുത്താൻ പറ്റില്ല. ഓർത്ത് വെച്ചോ. ഇന്ന് ഷമീർ ഓൻ്റെ റിസൾട്ട് കാണിച്ചത് ഓൻ്റെ ഹാർഡ് കോപ്പി, ഈ പറഞ്ഞ പേപ്പർ, ഓന് ലിയോ ലാബിൽ നിന്ന് കിട്ടിയ ഹാർഡ് കോപ്പി പേപ്പർ ആ എൻവലപ്പിൽ നിന്ന് പുറത്തെടുത്ത് ഞാൻ പറഞ്ഞ പോലെ എടുത്ത് വാട്ടർമാർക്ക് വെച്ച് കാണിച്ചു. ഓൻ്റെ അതിബുദ്ധി, ഓൻ്റെ ഓവർ കോൺഫിഡൻസ്, അരിയണ്ണനെ വെല്ലുവിളിക്കാനുള്ള ഓൻ്റെ ഒരു ത്വരയായിരിക്കും ഇതൊന്നും ചെയ്തത്. കൺവിൻസ് ആയില്ല എനിക്ക് മാത്രം, ബാക്കി നാട്ടുകാർക്കൊക്കെ ഓൻ്റെ കുറേ ഓഡിയൻസിന് കൺവിൻസ് ആയിട്ട് ഇന്നെ തെറി വിളിക്കുന്നുണ്ട്. അവരോടാ പറയുന്നത്, ഇവൻ ഈ പിൻ ചെയ്ത് വെച്ച, ഓക്കെ, ഇത് ഓൻ്റെ ചാനലിൽ നമ്മുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഓൻ്റെ ചാനലിൽ ഓൻ പിൻ ചെയ്ത് വെച്ച ഡ്രഗ് ടെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഈ സുക്രേൻ്റെ ലിയോ ലാബിൻ്റെ റിസൾട്ടിൻ്റെ സ്ക്രീൻഷോട്ടാണ്. അതിൽ നിങ്ങൾ ഇത് വായിക്കണം. ഇതിനകത്ത് ഇവൻ്റെ SID നമ്പർ അടക്കം എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ, എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഇതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇവൻ്റെ ഇപ്പോഴുള്ള ഡ്രഗ് റിസൾട്ട് കാണാം. ഇപ്പോഴുള്ള റിസൾട്ടിൽ ഇവൻ എല്ലാം നെഗറ്റീവാണ്. എന്നാൽ മോനെ ഷമീറെ, ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഒരു സാധനം. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങൾ തൊപ്പി ഗ്യാങ്ങിന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം 1-2 ദിവസമായിട്ട് നടക്കുന്ന വിഷയം നിങ്ങൾ അറിഞ്ഞു കാണുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ തൊപ്പി ഗ്യാങ്ങിൽ പെട്ടിരുന്ന എന്നാൽ ഇപ്പൊ ഒരു സ്ട്രീമർ ആയ നമ്മുടെ ഷമീർ എന്ന് പറയുന്ന പുള്ളി, അവൻ ഈ അടുത്ത ഒരു ഡ്രഗ്സ് താൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തെളിയിക്കുന്ന തരത്തിൽ ഒരു വീഡിയോ പുറത്തിറക്കി. അപ്പൊ അതിനകത്ത് പിന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള നമ്മുടെ സായി അത് ഫേക്കാണ് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ക്ലാഷിന് അത് കാരണമായി. അത് ബേസ് ചെയ്തുകൊണ്ട് രണ്ടാമത് ഒരു ടെസ്റ്റ് കൂടെ ചെയ്യാൻ പോയി. ആര്? ഈ ഷമീർ എന്ന് പറയുന്ന പുള്ളി. ഈ ഷമീർ എന്ന് പറയുന്ന പുള്ളി ലൈവ് ഓണാക്കിയിട്ട്, ഈ ഷമീർ എന്ന് പറയുന്ന പുള്ളി ലൈവായിട്ടാണ് പോയത്. അതായത് ഫോണിൽ ലൈവ് ഓണാക്കിയതിന് ശേഷം ലൈവായിട്ട് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് പോകുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, അവിടുന്ന് റിസൾട്ട് മേടിക്കുന്നു, തനിക്കെല്ലാം നെഗറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ അത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി ഒരു സ്ക്രിപ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. ആ ഒരു സംഭവത്തെ, ഈ ചെയ്ത ലൈവിനെ ഈ സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള നമ്മുടെ സായി പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ്. അതിന്റെ കുറച്ച് ഭാഗമാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ ബാക്കിയൂടെ നിങ്ങൾ കാണുക, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. റിസൾട്ടിന്റെ സ്ക്രീൻഷോട്ട്, ഓക്കെ, ഞാൻ ടാബിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനം ഇങ്ങനെ നമ്മൾ ഈ സാധനം എടുക്കുക, QR കോഡ്. ഒരു വേറൊരു ഫോണിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ സ്കാനർ എടുത്തിട്ട് സ്കാൻ ചെയ്യുമ്പോൾ SC1.sukra.i എന്ന് പറഞ്ഞ സാധനം സ്കാനറിൽ കിട്ടും. ഇത് ഞെക്കി കഴിയുമ്പോൾ ഇവിടെ എന്താവും? ഇവിടെ ഷമീറിനെ ഇപ്പോൾ ഉള്ള റിസൾട്ടാണ് പോകണം. ഇത് കാണുമ്പോൾ നമ്മൾ ഞെട്ടും. ഷമീർ ഇസ് ക്ലീൻ, ഷമീർ എല്ലാം നെഗറ്റീവാണ്. ഇതിൽ ഷമീറിൻ്റെ പേരുണ്ട്, 25 ഇയർ മെയിലുണ്ട്, ലാബിൻ്റെ പേരുണ്ട്, ലിയോ ലാബ് കണ്ണൂർ എന്നൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതിനകത്ത് SID നമ്പർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഓക്കെ, SID നമ്പർ. ഇത് ഈ ടെസ്റ്റിൻ്റെയാണ്. 27/6/2026 ഇവൻ കൊടുത്ത ഇവൻ്റെ യൂറിൻ ടെസ്റ്റിൻ്റെ SID നമ്പറാണ്. ഈ SID നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ? നോട്ട് ചെയ്ത് വെച്ചോ. ഇതാണ് ഇതിൻ്റെ SID നമ്പർ. അതിൻ്റെ HTTP ആണ് ഈ ഓപ്പൺ ആയത്. ഇവിടെ നിങ്ങൾ വരിക. അപ്പോൾ നിങ്ങൾ ഐഫോൺ ആണെങ്കിൽ സിമ്പിളായിട്ട് ഈ അടിയിൽ ഇങ്ങനെ നിൽക്കുക, സഫാരി ചെയ്ത്, എന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോയിട്ട് ഈ സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കുക. ഈ SID നമ്പറിന് അവിടെ കൊണ്ടുപോയി വയ്ക്കുക. ഇത് ഇവൻ്റെ ഇപ്പോഴുള്ള കറൻ്റ്ലി ഉള്ള സാധനം ഓപ്പൺ ആയതാ. ഈ SID നമ്പർ ഓപ്പൺ ആയതിൻ്റെ ഇവിടെ കൊണ്ടുപോയി വയ്ക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇവിടെ നിങ്ങൾ, ഞാൻ ലൈവായിട്ട് കാണിച്ചാൽ ഫോൺ വിളിച്ചടാ ഇവിടെ ഇങ്ങോട്ട് കാണിക്കല്ലേ, അതിൻ്റെ നമ്പർ ലീക്കാവും. നമ്പർ ലീക്കാലും കുഴപ്പമില്ല, അതിൻ്റെ വാട്സാപ്പ് മാത്രം കിട്ടുന്ന പ്രശ്നമൊന്നുമില്ല. എന്നാലും ചിലർ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറും. വാ കമ്മിയർ ബേബി. ഇത് ഷമീറിൻ്റെ SID നമ്പറാണ്. ഏതിൻ്റെ? പഴയ ഇവൻ ഫേക്ക് ചെയ്തു നിങ്ങളോട് പറഞ്ഞ SID നമ്പർ 05004061. അതായത് 18/6/2026 ഷമീർ ആദ്യം അപ്ലോഡ് ചെയ്ത ഡ്രഗ് ടെസ്റ്റിൻ്റെ SID നമ്പർ നോട്ട് ചെയ്യുക, 05004061. ഞാൻ അടിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ SID നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ SID നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. എവിടെ? നേരത്തെ നമ്മൾ ആദ്യത്തെ SID നമ്പർ കളഞ്ഞ അവിടെ 0500
4061 ഇത് കൊടുക്കാം. എന്നിട്ട് ഈ ഡേറ്റ് 2006 എന്നുള്ള സ്ഥലത്ത് ഈ ഡേറ്റ് 27-ാം തീയതിയാണ് ഇന്നത്തെ ഡേറ്റ്. അത് മാറ്റിയിട്ട് ഓൻ പണ്ട്, അതായത് 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുള്ള ഡേറ്റ് 18-ാം തീയതി ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അവൻ്റെ SID നമ്പറും കിട്ടി, നമുക്കൊരു ഡേറ്റും കിട്ടി. ഓക്കെ, ഇത് ടൈപ്പ് ചെയ്തിട്ട് ഗോ എന്ന് കൊടുത്താൽ അവൻ്റെ പഴയ റിസൾട്ട് കിട്ടും. ഇത് വിടി മോനെ, ഇതാണ് പഴയ റിസൾട്ട്. ഇത് ഞാൻ നുണ പറയുന്നതല്ല. ഓക്കെ, ഇത് ഞാൻ നുണ പറയുന്നതല്ല. ഇത് സുക്ര എന്ന് പറഞ്ഞ സൈറ്റിനകത്ത് SID നമ്പർ 05004061 18/6/2026. ഓക്കെ, സമയമുണ്ട് ഇതിനകത്ത്. 1 മണി 50 മിനിറ്റ് ഉണ്ട്. 1:50. ഈ എന്താ പറയുന്നത്? പേര് തടാ, പേര് കാണിക്കുക. ഇത് ഓൻ്റെ അല്ലേ? ഞാൻ കളത്തര പറയുന്നില്ലല്ലോ. ഞാൻ എന്താ വിചാരിച്ചേ? ഞാൻ ഓനെ മാതിരി എന്നാ ഓൻ പൊട്ടൻ. ഓനോട് ആകെ പറയാനുള്ള ഉപദേശം തരാം, എന്നെ പണ്ണാലും പ്ലാൻ പണി പണ്ണണം. ഇത് നിങ്ങൾ മറ്റേ ട്രോളന്മാർ വെട്ടിയിടണം. ഏത് വടിവേലിൻ്റെ സാധനം, എന്നെ പണ്ണാലും പ്ലാൻ പണി പണണം. ഷമീറെ, ഈയൊക്കെ സ്ക്രിപ്റ്റിൻ്റെ മുകളിലാണ് ജീവിക്കുന്നത്, ഞാനല്ല. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദി, ഞാൻ മാസം നോക്കില്ല, കുറച്ച് കുഴപ്പമില്ല, അത് ലാസ്റ്റ് ഞാൻ എന്തായാലും മാസവും. അപ്പോൾ ഇതാണ് ഷമീറിൻ്റെ SID നമ്പർ. അതായത് ഞാൻ ഷമീറിനെതിരെ അലിഗേഷൻ ഉന്നയിച്ച ഇവൻ തിരുത്തി എന്ന് പറയുന്ന ഇവൻ്റെ 18/6/2026 ഡ്രഗ് ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് ഇത്. ഞാനായിട്ട് ഈ പറഞ്ഞ ലാബുകാർ അയച്ചു തന്നതോ ഞാൻ ലാബിൽ നിന്ന് കൊണ്ടുവന്നതോ അല്ല. ഷമീർ ഇന്നിട്ട ഓൻ്റെ ഡ്രഗ് ടെസ്റ്റിൻ്റെ ലിങ്കിനകത്ത് കയറി ഓൻ്റെ ഓൾഡ് SID നമ്പർ ഓൻ്റെ വീഡിയോൻ്റെ അകത്ത് തന്നെ ബ്ലർ ആവാതെ സ്ഥലത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം ഞാൻ എടുത്ത് അത് ഞാൻ കൊണ്ടുവന്നിട്ട് സുക്രേൻ്റെ അവിടെ പേസ്റ്റ് ചെയ്ത് അതിനപ്പുറത്ത് ഇതിൻ്റെ ഡേറ്റ് ഇട്ട് കൊടുത്തപ്പോൾ ഇതിൻ്റെ എന്ത് കിട്ടും നമുക്ക്? ഓൾഡ് റിസൾട്ട്. ഇതിന് ഈ റിസൾട്ടിൻ്റെ ഒന്ന് ഫോക്കസ് ചെയ്യും. റിസൾട്ട് ടെട്രാ ഹൈഡ്രോ കാനബിനോൾസ് THC പോസിറ്റീവാണോ? ഈ കാണുന്നത് പോസിറ്റീവാണോ? അല്ലേ? പോസിറ്റീവ് അല്ലേ? തെറ്റല്ലല്ലോ, പോസിറ്റീവ് അല്ല കാണുന്നത്, പോസിറ്റീവാണ്. ഇതാണ് ഇവൻ്റെ റിസൾട്ട്. ഓക്കെ, ഇതാണ് ഇവൻ്റെ റിസൾട്ട്. ഇതിൽ പോസിറ്റീവ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കണം. എല്ലാവരും ഈ മെത്തേഡ് ചെയ്ത് നോക്കണം. ഇത് ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് കൊടുക്കാം, ഇതെങ്ങനെ ചെയ്ത് നോക്കേണ്ടത് എന്നുള്ളത്. ഷമീറിൻ്റെ ആദ്യത്തെ യൂറിൻ ടെസ്റ്റിൻ്റെ SID നമ്പറും അന്നത്തെ ഡേറ്റും വെച്ചിട്ട് ഇപ്പോഴത്തെ ഓനിട്ട ലിങ്ക് കയറുക, എന്നിട്ട് അതിനടിയിലുള്ള HTTPയിൽ കയറുക, അതിനകത്ത് ഇപ്പോൾ കൊടുത്തുള്ള SID നമ്പറും ഡേറ്റും മാറ്റുക, പഴയ SID നമ്പറും ഡേറ്റും കൊടുത്താൽ അവൻ്റെ പഴയ റിസൾട്ടിൽ ഓന് ടെട്രാ ഹൈഡ്രോ കാനബിനോൾസ് പോസിറ്റീവ് എന്ന് കാണും. എങ്ങനെ ഷമീറെ ഈ പറഞ്ഞ 18-ാം തീയതിയിൽ നിന്ന് ഇന്ന് ഡേറ്റ് 27, ഈ 9 ദിവസം കൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ആവുന്ന ഒരു തന്ത്രം? അല്ലെങ്കിൽ ലാബിൻ്റെ പ്രശ്നമായിരിക്കും. ലാബുകാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ലാബല്ലേ? ആദ്യം തന്നെ ഇവൻ ഈ ഉടായ്പ കാണിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഹയർ അതോറിറ്റിക്ക് നിങ്ങളത് കംപ്ലൈൻറ്റ് കൊടുക്കുന്നുള്ളൂ. ഇന്ന് നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തോ? വീണ്ടും അവൻ നിങ്ങളുടെ ലാബിൽ തന്നെ വന്നു, വീണ്ടും അവൻ ഉടായ്പ കാണിച്ചു. അപ്പൊ നിങ്ങൾ ഈ ഒരു സംഭവം വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ, ഇവരുടെ ഇഷ്യൂ നോക്കി കാണുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്കറിയാലോ, ആ ലാബിലേക്ക് ഈ ഷമീർ എന്ന് പറയുന്ന പുള്ളി ലൈവായിട്ട് വീഡിയോയ്ക്ക് മുമ്പിലൂടെ ലാബിൽ ചെല്ലുമ്പോഴത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് ജാസി എന്ന് പറയുന്ന ഇവരെ ഗ്യാങ്ങിൽപ്പെട്ട ഒരു വ്യക്തി അവിടെ നിൽക്കുകയാണ്. അവൻ അപ്രതീക്ഷിതമായിട്ട് തന്നെ അവിടെ വന്നു ഇവരെ കാണുകയാണ്. അയ്യോ നീ എന്താണ് ഇവിടെ, ഒന്നും അറിയാത്തതുപോലെ. ഇത് കണ്ടാൽ തന്നെ അറിയാം വെൽ സ്ക്രിപ്റ്റ് ആണ് എന്നുള്ളത്. പിന്നെ അതിനുശേഷം ഇവൻ കൊണ്ടുപോയി എന്തെടുക്കുന്നുണ്ട്, മൂത്രം കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, റിസൾട്ട് വരുന്നുണ്ട്. ഇതിൽ ആരുടെ റിസൾട്ടാണ് വന്നേക്കുന്നത്, ആരുടെ മൂത്രമാണ് കൊടുത്തത് എന്നുള്ളത് അത് CCTV പറഞ്ഞതുപോലെ പുറത്തു വിട്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. കാര്യം അതിനകത്ത് എന്തായാലും ഒരു തിരിമറി എന്തായാലും നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ ഇത് ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ഏകദേശം 9 ദിവസം മുമ്പുള്ള എന്റെ റിസൾട്ടാണ് നിങ്ങൾ ആ കണ്ടത്. ഏത് സായി കാണിച്ചേക്കുന്നത് 9 ദിവസം മുമ്പ് ഷമീറിന്റെ ആ ഒരു മൂത്രം ടെസ്റ്റ് ചെയ്തപ്പം അതിനകത്ത് പോസിറ്റീവായിട്ട് ഡ്രഗ്സിന്റെ അംശം കാണിച്ചേക്കുന്ന ആണ് നിങ്ങൾ കണ്ടത്. അപ്പൊ അതിനുശേഷം ഒരു 9 ദിവസത്തിന് ശേഷം ഒന്നെങ്കിൽ അത് പോയപ്പോണ്ട്, അതല്ലെങ്കിൽ എന്താണ് ഈ ഒരു സംഭവം അവിടെ ഒരു തിരിമറി നടത്തിയിട്ടുണ്ട്, അതാണ് സംഭവിച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അന്ന് റിസൾട്ട് ഇപ്പൊ എന്ന് പറഞ്ഞതല്ലാതെ റിസൾട്ട് പുറത്തു വിട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇവര് വെൽ സ്ക്രിപ്റ്റായിട്ട് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാന്നുള്ളത് എല്ലാം റിസർച്ച് നടത്തി അത്തരത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റിസൾട്ടാണ് പുറത്തു വിട്ടേക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇതിന്റെ കുറച്ച് പോർഷൻ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കണ്ടു നോക്ക്. എന്തായിരുന്നാലും അതിൽ നിന്ന് എല്ലാവർക്കും അറിയാം ഇതൊരു സ്ക്രിപ്റ്റായിട്ടുള്ള പരിപാടിയാണ് എന്നുള്ളത്. ഉപ്പ് തിന്നിട്ടുണ്ടോ വെള്ളം കുടിക്കും, അത് ഉറപ്പാണ്. ഉമ്മ സത്യം ഞാൻ ടെസ്റ്റ് ചെയ്തു. സുമേഷ് എടാ, ഈ അഭിനയം വല്ല സിനിമയിൽ അഭിനയിച്ച നമുക്ക് ഓസ്കാർ കിട്ടൂലോ നായ്ക്കളെ. ഉമ്മ സത്യം കുറച്ച് കാര്യങ്ങൾ അലിഗേഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെ വെറുതെ വർത്താനം പറഞ്ഞിട്ട് ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല. വർത്താനം പറഞ്ഞ് ഇതാക്കാൻ താല്പര്യമില്ല. സ്ക്രിപ്റ്റ് ഇപ്പൊ ജാസി ഉണ്ടെങ്കിൽ പൊട്ടാ അത് നല്ലതല്ലേ, സ്ക്രിപ്റ്റ് ആണെന്നല്ലേ വിചാരിക്കും. ജാസി ഉണ്ടെങ്കിൽ നല്ലതല്ലേ, ജാസിനെയും കൂടി നിങ്ങൾക്ക് അറിയാലോ. പണ്ടന്മാരെ ജാസി ഇതാണല്ലോ അപ്പോഴേക്കും കൂടി നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അതിന്റെ ഉമ്മ സത്യ സ്ക്രിപ്റ്റ് അല്ല. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഇതങ്ങനെ വിചാരിക്കില്ല, അത്രയും ഇതായിട്ടാണ് ഇത് കണ്ടു. പക്ഷെ എന്താ അറിയോ, ഈ ലിയോ ലാബ്സ് നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ.
ഈ അത് സ്ട്രിക്റ്റ് മാറി ഞാൻ ഈ വരുന്ന അടുത്ത് പറഞ്ഞു പോലും ഞാൻ എന്താ ചെയ്യാൻ മൈക്ക് ഓക്കെ എല്ലാം അറിയാം കഴിച്ച് മൈക്ക് ഓക്കെ എല്ലാം അറിയാം മൈക്ക് ഓക്കെ എല്ലാം അറിയാം ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. വെറുതെ വർത്താനം പറഞ്ഞ ഇതിന്റെ പേരിൽ കുറെ പണിയടിക്കാനോ ഇതിനൊന്നും നമുക്ക് താല്പര്യമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നേരെ ടെസ്റ്റ് ചെയ്യാം. അതല്ല അതിന്റെ ന്യായം. വെറുതെ ഞാൻ എടുത്ത് കാണിച്ചാലും പറയും ഇതങ്ങനെ ആക്കി ഇതിങ്ങനെ ആക്കി ഇത് മറ്റേതാണ് ഇത് മറിച്ചതാണ്. എന്തിനാ ഇതിന്റെ ആവശ്യം? നമുക്ക് നേരെ ഇവിടെ കൊണ്ട് കാണിക്കാം. ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യണ്ടേ അവര് റിസൾട്ട് എത്ര 2 മണിക്കൂർ വേണ്ടി ഇരുന്ന് വെയിറ്റ് ചെയ്യാം. ഇതിന്റെ കട്ടോ പരിപാടിയോ ബ്ലോഗ് പോലെ കട്ട് ചെയ്യാനോ ഒരു പരിപാടി ഇതിന് നടക്കൂല. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ജാസീനെ കണ്ടു. വാവ് വാട്ടിന് അഭിനയം. ഇന്റെ മോനെ ഞാൻ വേറെ ഓസ്കാർ ഭരതവാട് എടുത്തു കൊടുക്കുന്ന നായിക്കക്ക് ഷെമീറ ലൈവില് ഈ എന്റെ ഇതെടുത്ത് പുറത്തിട്ട് ഇങ്ങനെ ഒഴിക്കുന്നത് കാണിച്ചു കൊടുക്കും. അത് ഈ കാണിച്ചു കൊടുക്കുക. അത് കട്ട് ചെയ്യണല്ലോ. ആ പോർഷനിൽ ഈ മാറിപ്പോയല്ലോ. ആ പോർഷനിൽ എവിടെ ഞാൻ ജാസീനെ കണ്ടിട്ടില്ല. ജാസി ഈ ഒപ്പല്ല കയറിയിട്ടുള്ളത്. ജാസി ആ സീനിലില്ല. ഓക്കെ, അതും കൂടി ഞാൻ വെച്ചരാം. അതും കൂടി വെച്ചേണ്ടി എന്റെ സംശയം ഞാൻ പറഞ്ഞില്ല. ഇത് നമുക്ക് ആലോചിച്ചത് ഞങ്ങൾ രാവിലെ ചെല്ലുകയാണ്. ഇതുവരെ ഒപ്പുണ്ടായിരുന്ന ആൾക്കാരാണ്. എല്ലാ തെമ്മാടിത്തരം ചെയ്യാനും എല്ലാ പരിപാടിക്കും ഒപ്പുണ്ടായിരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ജാസിയും ഷെമീറും. ഇന്നത്തെ ദിവസം ഷെമീർ അവിടെ ചെന്നപ്പോ വാവ് ജാസി ഷെമീർ ഒരു ഉമ്മാനെ പിടിച്ച് സത്യം ചെയ്യും. എടാ നിങ്ങൾ ഉമ്മമാരൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത്? ഷെമീർ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടല്ലോ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയും എൻ്റെ ഉപ്പാക്ക് വേണ്ടി എൻ്റെ ഫാമിലിക്ക് വേണ്ടി എൻ്റെ ലവർക്ക് വേണ്ടി എന്നുള്ളത്. ഷെമീർ ഉള്ള കാര്യം ഉള്ള പോലെ സമ്മതിച്ചോ? ഇതൊക്കെ ഒന്നും ആർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നെ പോലെ. ഇതൊക്കെ ഇതിനകത്ത് സ്റ്റോർഡ് ആണ്, ഡാറ്റയാണ്, ഒരു ലാബിൻ്റെ ഡാറ്റയാണ്. അതിനകത്ത് എൻ്റെ ഫസ്റ്റ് റിപ്പോർട്ടിൽ അത് പോസിറ്റീവാണ് TCH. അപ്പോൾ ആ സാധനം ഈ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സംശയമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവൻ വാവ് അടിച്ചു. ഏത് ഷെമീർ അവിടെ വരുന്നു. ഷെമീറാണെങ്കിൽ അതിലും വലിയ ഷെമീർ മറ്റേത് ഏത് വാവ്. അപ്പോൾ ജാസി അവിടെ ഓവർ ആക്ടിങ്. അല്ല ഇത് പോലീസുകാരൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നു. പിന്നെ ആരും വരുന്നത് കണ്ടില്ല എന്നൊക്കെ. അല്ലെങ്കിൽ എവിടെ ജാസി എൻ്റെ പേരിൽ പോലീസ് കേസ്? ഇത് ആരും മൊയ്താക്കണേ? തൊപ്പിയുടെ പേരിലും ഷെമീറിൻ്റെ പേരിലും പോലീസ് കേസ് വരും. കാരണം അവർ ചെയ്ത പണിയതാ. ഇതിൽ എൻ്റെ റോൾ എന്താ? എൻ്റെ റോൾ കുത്തിത്തിരിപ്പാ. അതിന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ കേസ് എടുക്കാനുള്ള വകുപ്പില്ല കുത്തിത്തിരിപ്പിന്. മനസ്സിലായി എനിക്ക്? അതുകൊണ്ട് കുത്തിത്തിരിപ്പൻ നാരദം പണിക്ക് ഇവിടെ പാരപ്പണിക്ക് ഇവിടെ കേസില്ല. അതുകൊണ്ട് ഇജ് കഴിച്ചിലായി. ഇജാണ് ഈ ചെങ്ങായിമാരെ നാശാക്കുന്നത്. ഇജ് ഒറ്റൊരുത്തൻ. ഇജ് വന്ന് കയറി അന്ന് മുതൽ മുടിയാൻ തുടങ്ങിയതാണ് ഈ ടീം മൊത്തം. ഇന്നും ഈ പരട്ട സ്ക്രിപ്റ്റ് ഇട്ടത് ഇജാണെന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ വിശ്വാസം തെളിയിക്കാൻ എനിക്കൊന്നുമില്ല. പക്ഷെ എന്റെ വിശ്വാസമാണ്. കാരണം എവിടെയൊക്കെ വരെ സ്ക്രിപ്റ്റ് പൊളിഞ്ഞിട്ടുണ്ടോ, എവിടെയൊക്കെ ഈ ഒരു വിഷയത്തില് ഞാൻ ഇതിപ്പം ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തൊപ്പിയെ പോലുള്ള ആൾക്കാര് പിന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പിന്നെ 18 വയസ്സിനും 15 വയസ്സിനും ഒക്കെ താപ്പോട്ടുള്ളതാണ് കൂടുതൽ. കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഞാൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നേരിട്ടും മെസ്സേജ് അയച്ചും കുറച്ച് കൊച്ചുകുട്ടികൾ ഇനിയൊക്കെ തൊപ്പിയെ കുറിച്ച് ചെയ്യല്ല, തൊപ്പി അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കും. എന്നെ നേരിട്ട് കണ്ട് പറയുകയും ചെയ്ത കാര്യം ഞാൻ പറഞ്ഞപ്പോണ്ടായിരുന്നു. അത് മാത്രമല്ല പിന്നെ നമ്മളെനിക്ക് ഒരു കരുനാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഷോപ്പിന് ഉദ്ഘാടനത്തിന് വന്നപ്പം പോലീസ് അവിടെ ലാത്തി വീശേണ്ട വന്നു. അവിടെ വന്ന തടിച്ചുകൂടിയ പിള്ളേർ എത്ര പഠിക്കുന്ന 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1 പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ അവിടെ വന്നേക്കുന്നത്. അപ്പം അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഇവരെ ഏറ്റവും കൂടുതൽ അനുകരിക്കാൻ നോക്കുന്നതും അല്ലെ ഇവരുടെ ഫാൻസ് ആയിരിക്കുന്നതും കൊച്ചു കുട്ടികളാണ് എന്നുള്ളത്. അപ്പൊ ഇവരിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അവരിലേക്ക് വാർത്തയായി എത്തുമ്പം നമ്മുടെ തൊപ്പിയോ അവരൊക്കെ ഇത് കഴിക്കുന്നുണ്ടല്ലോ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്താഗതി വെച്ചുകൊണ്ട് നമ്മുടെ പുതുതായിട്ട് വരുന്ന തലമുറ അതിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തെടുക്കണം? ഇതിലെ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ എല്ലാവരെയും എടുക്കുക, പോലീസ് മുന്നിട്ടിറങ്ങുക, ടെസ്റ്റ് ചെയ്യുക. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, ലഹരി കടത്തിയിട്ടുണ്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായി സമൂഹം അറിയുന്ന തരത്തിൽ തന്നെ ശിക്ഷ നൽകുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ കണ്ടിട്ട് പഠിക്കുന്ന കുട്ടികൾ കൂടെ അതൊരു പാഠമായിരിക്കണം. അപ്പൊ അതങ്ങനെ സംഭവിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വേറെ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. നമ്മളത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മാക്സിമം എല്ലാവരും പരിഗണിക്കുക. അപ്പൊ ബൈ, താങ്ക് യു.